വൈകിട്ടേ നല്ല വൈബൊക്കെ അടിച്ചൊരു ചായ അടിക്കണമെങ്കിലേ ഒരു കിടില സ്പോട്ടുണ്ട് കേട്ടോ നമ്മളെ കുറ്റിപ്പുറം മൂടാൽ ഭാഗത്ത്. എൻ്റെ ഫ്രണ്ട് റിയാസാണ് ഈ ഒരു സ്ഥലം റെക്കമെൻഡ് ചെയ്തത്. കുറ്റിപ്പുറം മൂടാൽ നമ്മൾ കഞ്ഞിപ്പുര പോണ റൂട്ടിൽ 100 മീറ്റർ മുമ്പ് ലെഫ്റ്റ് സൈഡിൽ കാണാം ഈ ഒരു ചായക്കട. അതിൻ്റെ അപ്പുറത്ത് തന്നെ വേറെ കടയിൽ പേരുണ്ട്. പക്ഷെ വൈബ് എന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു. നല്ല കാറ്റും അതുപോലെ നല്ല വ്യൂ, അതുപോലെ നല്ല ആംബിയൻസും. നമ്മൾ നന്നായിട്ട് ഗാർഡനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, നല്ല രസമായിട്ട് ചെയ്തത്. ഞങ്ങൾ വൈകിട്ട് ഒരു 5:30-6 മണിയൊക്കെ ആയിക്കണിട്ട് എത്തുമ്പോൾ അത്യാവശ്യം ആളുകളുണ്ടായിരുന്നു. കൂടുതൽ ഫാമിലീസ് ആണ് ഇവിടെ വരുന്നത്. ആൾക്കാർക്ക് ഒരു ഒഴിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്, കാറ്റൊക്കെ കണ്ട് വ്യൂ ഒക്കെ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ലൊക്കേഷൻ. അപ്പോൾ ആൾക്കാർക്കൊന്ന് കൂടാലോ വെച്ചിട്ട് വന്ന് ഇരിക്കണതാണ്. കുറേ സമയത്ത് ഇങ്ങനെ അവിടെ ചായ കുടിച്ചിരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാലോ. എൻ്റെ ഒപ്പം ജാബിർക്ക് ഉണ്ട്, അതുപോലെ റിയാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് കുറേ നേരം ഇരുന്ന് ചായ കുടിച്ച് അത്യാവശ്യം സ്നാക്സ് കാലൊക്കെ കഴിച്ചിട്ടാണ് പോയത്. എനിക്ക് ഇതിൻ്റെ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ അത്യാവശ്യം ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നിയിട്ടാ സ്നാക്സ് കാര്യങ്ങളും. അതുപോലെ തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യില്ല. ഇവർ പറഞ്ഞാലൊക്കെ ചൂടാക്കി തരുന്നുള്ളൂ. ടേസ്റ്റ് വൈസും പോരാ, ക്വാണ്ടിറ്റി ഫില്ലിങ് എല്ലാം കുറവാണ്. പക്ഷെ അത്യാവശ്യം റേറ്റ് പോയി. നമ്മൾ ഏകദേശം ഒരു 4 ചായയും 4 കടിയൊക്കെ കുടിച്ചപ്പോൾ ഒരു ഹാഫ് മന്തി കഴിക്കേണ്ടൊക്കെ പൈസ ആയി. അപ്പൊ അതൊന്നും സൂക്ഷിക്കുക. ചായ അടിപൊളിയായിരുന്നു, ബാക്കി കുറച്ച് കത്തി പ്രൈസാന്നുള്ളൂ. അപ്പൊ അടുത്ത വീഡിയോ എടപ്പാളിന് മംഗലാപുരം വരെ വണ്ടി ഓടിച്ചു പോയി. എന്തിന്? മച്ചിലിയിലെ ഫുഡ് കഴിക്കട്ടാ. മച്ചിലി നമ്മൾ ഇടക്കിടക്ക് പറഞ്ഞ തോന്നി മച്ചിലിയിൽ നിന്ന് കുറെ കാലം ഇട്ട് അപ്പൊ ഒന്ന് പോയി കഴിക്കാൻ നവാസുണ്ട് നമ്മളൊപ്പട്ട. പിന്നെ മച്ചിലിയിൽ എത്തി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ആവോലി, അതുപോലെ തന്നെ ഞണ്ട് ഗീ റോസ്റ്റ്, കൂന്തലുണ്ടായിരുന്നു, അയില, അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടാ. ചോറിന് കൂടുതൽ സൈഡ് ഡിഷ് കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ നമ്മളെ നാട്ടിലെ പോലെ. പക്ഷെ അവിടുത്തെ മീനൊക്കെ നല്ല ഫ്രഷ് ആവും. അതുപോലെ അവരുടെ മസാല പറഞ്ഞറിയിക്കണം, അതുപോലത്തെ മസാല. പിന്നെ ഇവിടെ നിന്ന് ഒരിക്കൽ കഴിച്ചവർ എന്തായാലും ഈ വഴി വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്യും. അത്രയ്ക്കും നല്ല മീനാണ്, ഫ്രഷ് മീനും. തവ ഫ്രൈന് ആ മസാല കൂട്ടി അടിച്ചാണ്ടല്ലോ വേറെ ലെവലാണ് വെക്കളെ. മാംഗ്ലൂർ സ്റ്റൈല് ഫിഷ് അല്ലെങ്കിൽ അതൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ ബംഗ്ലാദേശ് വരുമ്പോൾ ഈ മച്ചില ട്രൈ ചെയ്യുക. നമുക്ക് അത്ര ഇഷ്ടമായിട്ടാണ് എടപ്പാളിൽ നമ്മൾ അതുവരെ ഡ്രൈവ് ചെയ്ത് പോയിട്ട് ഈ ഓൺലി പർപ്പസ് എന്താ ഈ മീൻ കഴിക്കുക, മച്ചിലിയിലെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഇവിടുത്തെ ക്രാബ് ഗീ റോസ്റ്റ്. ഒരു രക്ഷയില്ലാത്ത സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പൊതുവെ അങ്ങനെ ക്രാബ് കഴിക്കാറില്ല, പക്ഷെ ഇവിടുത്തെ ക്രാബ് ഉണ്ടല്ലോ അത് നമ്മൾ കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോയിട്ട് കഴിക്കാൻ തോന്നും. അതിന്റെ ആ ഒരു ഗീ എന്ന് പറഞ്ഞ അതിന്റെ ഒരു ഫ്ലേവർ ഒന്ന് പറഞ്ഞറിയിക്കേണ്ടി തന്നെ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴേ നമ്മളിത് കഴിക്കണമെങ്കിൽ കാണുമ്പോൾ തന്നെ എനിക്ക് വീണ്ടും കൊതി വരും കേട്ടോ, ഒന്നുകൂടി കഴിച്ചാലോ എന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നല്ലോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണ്. മച്ചിലിയിൽ ഒരുപാട് ആൾക്കാർ പോയിണ്ടാവുന്ന അറിയാം. എന്തായാലും ഞങ്ങളെ സ്റ്റേറ്റൊക്കെ കഴിഞ്ഞ് ഒരു യുദ്ധം അവസാനിപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി തിരുമ്പി വെറുവേ എന്ന് ചൊല്ലിയിട്ടാണ് നമ്മൾ മംഗലാപുരത്ത് വന്നത്.